ഹായ്, ഏവർക്കും ബട്ടർഫ്ലൈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രഷറിയിൽ പോയ വിശേഷം. ട്രഷറി പോക്കും കുറേ യാത്രയൊക്കെ കഴിഞ്ഞു. വരുമ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ തന്നെ നമ്മുടെ വണ്ടിയെ പോലെ തന്നെ മറ്റൊരു എക്സ്റ്ററും കിടക്കുന്നു അവിടെ. കണ്ട, ഇതൊരു എക്സ്ട്രാ ആണ്, നമ്മുടെ വണ്ടി എക്സ്ട്രാ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രംഗമാണ്. പക്ഷെ ഞങ്ങളുടെ കാർ ഇട്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, നല്ല അടിപൊളി സൂപ്പർ. കാരണം നല്ല തണല്, ഒട്ടും വെയിൽ കൊള്ളാൻ നല്ല സുന്ദരിയായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. ഇതാണ് സ്മാർട്ട് ഡ്രൈ ക്ലീനിങ് ആലപ്പുഴയിലെ. അത് കഴിഞ്ഞ് ചന്ദ്രിക വഴി വെള്ളാങ്കല്ലൂരിലെത്തി. വെള്ളാങ്കല്ലൂർ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു. അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് വീട്ടിലേക്ക്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു. വണ്ടിക്ക് സുഖമായി വിശപ്പും ദാഹവും ഒക്കെ തീർന്നു. നമ്മൾക്ക് നല്ലോണം വിശക്കുന്നു ഉണ്ടായിരുന്നു. എന്തായാലും വണ്ടിയുടെ ദാഹമൊക്കെ തീർത്ത് അങ്ങനെ വീട്ടിലെത്തി. പിന്നെ നമ്മളുടെ പോയ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫയലുകൾ വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. പഴയ ഫയലൊക്കെ കുറേയൊക്കെ കീറിപ്പൊളിഞ്ഞു, ഒക്കെ ചീത്തയായി. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാ രേഖകളും സൂക്ഷിച്ച് വെക്കും. നമ്മുടെ കുട്ടികളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവരവരുടെ ഫയലുകളെല്ലാം അവരവർ സൂക്ഷിച്ച് വെക്കുക. എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു പേപ്പർ റെക്കോർഡൊക്കെ നോക്കുമ്പോൾ അതെവിടെ ഇതെവിടെ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർക്കും വെച്ചിരുന്നതായിരുന്നു. എന്നാലും പെട്ടെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ അത്യാവശ്യം എടുക്കുമ്പോൾ അതാണ് ഈ ഫയലിൽ കാണിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നമ്മളെടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അവരവരുടെ രേഖകൾ അവരവരെ കൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കിക്കുക, അവർക്കൊരു ഓർമ്മ വരും. അങ്ങനെ വേറെ കുറച്ച് കവറുകളും വാങ്ങിച്ച് നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും അങ്ങനെ വേറെ കുറേയുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ പേരൊക്കെ ലേബലൊക്കെ എഴുതി 4 ആൾക്കും പ്രത്യേകം ഫയലായി. ഉണ്ടായിരുന്നതിനെ ഒന്ന് പുതുക്കി പണിതു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇളയ മോനുണ്ടായിരുന്നു. അവനെയും കൊണ്ട് അവൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി പേരൊക്കെ എഴുതി അവനെയും കൊണ്ട് തന്നെ ഒട്ടിച്ചു. അവരുടെ രേഖകൾ അവരവർ സൂക്ഷിക്കട്ടെ. എപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കില്ലല്ലോ, അപ്പം നമ്മളോട് ചോദിക്കണ്ടല്ലോ. അപ്പോൾ ആളുടെ രേഖകളൊക്കെ ആളെടുത്ത് സൂക്ഷിക്കുകയാണ്. ആൾക്ക് ഓറഞ്ച് ഫയലും ഇളയാൾക്ക് പച്ച ഫയലുമായിട്ടാണ്. എനിക്കാണ് ഏറ്റവും കൂടുതൽ ഫയൽ വേണ്ടത്. 6 എണ്ണം എനിക്കുണ്ടായി. എൻ്റെ എല്ലാവരും സെലക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുത്തിവെപ്പിൻ്റെ കാർഡ് കണ്ടോ, ഇമ്മ്യൂണൈസേഷൻ കാർഡാണ് ഇത്. നമ്മളെ എന്നും സൂക്ഷിക്കേണ്ട ഒരു കാർഡാണ് കേട്ടോ. വാക്സിനേഷൻ എടുക്കുന്ന കാർഡുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുപോലെ സൂക്ഷിക്കുക. അപ്പം മൂത്താളുടെ കവറാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ശരിയാക്കണം, ആൾ സ്ഥലത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ എല്ലാ ഓരോ പേപ്പറുകളും സെറ്റാക്കി അവരവരുടെ രേഖകൾ അവരുടെ സൂക്ഷിക്കാനും അവരവരുടെ അലമാരിക്കകത്ത് എപ്പോൾ വേണമെങ്കിലും കണ്ടാലും നമ്മളോട് ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾക്ക് ചിലപ്പോൾ ഇനിയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മകളൊന്നും ഉണ്ടായെന്ന് വരില്ല. ഇത്രയും കാലമൊക്കെ നമ്മൾ സൂക്ഷിച്ചൊക്കെ വെച്ചല്ല. ഇനിയിപ്പോൾ അവരുടേതായ പേപ്പറുകളൊക്കെ അവർ സൂക്ഷിക്കട്ടെ. എല്ലാ വീട്ടിലും പലതരം രേഖകളുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? ചെറിയൊരു മെസ്സേജ് തരാനുള്ള കുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ അവരവരുടെ രേഖകൾ ഒരു ഫയലാക്കി അവരെ ഏൽപ്പിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോകണം, ഒരു ഫയൽ വേണം, അല്ലെങ്കിൽ ഒരു പേപ്പർ വേണം. അപ്പം എപ്പോഴും അന്വേഷിച്ച് പെറുക്കി കഷ്ടപ്പെടണ്ടല്ലോ. അതുകൊണ്ട് പഴയതൊക്കെ മാറ്റി പുതിയ ഫയലുകളുടെ ഒരു നവീകരണമാണ് ഞാൻ ഈ കാണിച്ചത്. കുട്ടികൾക്കും ഒരു ഹാപ്പിയാവും, നമ്മൾക്കും ഒരു ഹാപ്പിയാവും. അപ്പോൾ അടിപൊളി. അവരവരുടെ ഫയലുകൾ അവരവർ സൂക്ഷിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.